الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇസ്ലാമിൻ്റെ ആദ്യ പാഠശാലകൾ മക്കയും മദീനയുമായിരുന്നു. മക്കയും മദീനയുമാകുന്ന പാഠശാലയിൽ സഹാബികൾ എന്ന വിദ്യാർത്ഥികൾക്ക് മുന്നിൽ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എന്ന സിലബസ് ഉപയോഗിച്ച് 23 വർഷക്കാലം മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധ്യാപനം നിർവഹിച്ചു. വളരെ അത്ഭുതകരമായ മാറ്റമാണ് പ്രവാചകനിലെ അധ്യാപകനെ നിർവഹിക്കാൻ സാധിച്ചത്. ആ അധ്യാപനത്തിൻ്റെ 23 വർഷക്കാലമാണ് ഇന്ന് നിലനിൽക്കുന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാനമെന്ന് നമ്മൾ തിരിച്ചറിയണം. അധ്യാപകനായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചതെന്ന് ഖുർആൻ തന്നെ എടുത്തു പറയുന്നുണ്ട്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅത ഫീഹിം റസൂലും മിൻ അൻഫുസിഹിം യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. തീർച്ചയായും സത്യവിശ്വാസികളിൽ അവരിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ നിയോഗിക്കുക വഴി അള്ളാഹു മഹത്തായ അനുഗ്രഹമാണ് അവർക്ക് നൽകിയിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകർക്കുള്ള മഹാകാരുണ്യമാണ്. ആ പ്രവാചകൻ വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ സ്വർഗത്തെക്കുറിച്ച് നമുക്ക് വിവരമുണ്ടാവില്ല, നരകത്തെക്കുറിച്ച് നമുക്കറിയില്ല, അള്ളാഹുവിൻ്റെ നിയമങ്ങളെക്കുറിച്ച് നമുക്കറിയില്ല. ഏതൊരു പ്രതിസന്ധിയിലും എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നറിയാതെ ഉഴഞ്ഞു നടക്കേണ്ട ഒരവസ്ഥ മാനവരാശിക്കുണ്ടാകുന്ന ഒരു കാലമായിരിക്കും ഉണ്ടായിരിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി ദൗത്യം നിർവഹിച്ച് മുന്നോട്ട് പോയി. യത്ലു അലൈഹിം ആയാതിഹി, അവൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഓതി തന്നു. വയുസക്കീഹിം, എന്നിട്ട് അവരെ സംസ്കരിച്ചു.
വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, ജ്ഞാനവും ഗ്രന്ഥവും പഠിപ്പിച്ചു. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടിലായിരുന്ന ഒരു ജനതയെ ശക്തമായ ഒരു ഈമാനിക അടിത്തറയിലേക്ക് മാറ്റപ്പെടുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലെ അധ്യാപകനാണ്. അള്ളാഹു പ്രവാചകൻ എന്ന അധ്യാപകനിലൂടെയാണ് നമ്മളെ പഠിപ്പിച്ചത്. വത്തഖുല്ലാഹ് യുഅല്ലിമുകുമുല്ലാഹ് വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക, അള്ളാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചു തരികയാകുന്നു. അള്ളാഹു ഏത് കാര്യത്തെപ്പറ്റിയും അറിവുള്ളവനാകുന്നു. അള്ളാഹുവിൻ്റെ പഠിപ്പിക്കൽ എങ്ങനെയാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീ നൽകുന്നതിലൂടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം പറഞ്ഞത് ഇന്നമാ ബുഇസ്തു മുഅല്ലിമഹ, എന്നെ മുഅല്ലിമായിട്ടാണ് ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചത്. നമ്മുടെ എല്ലാവരുടെയും അധ്യാപകനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. 14 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും പ്രവാചകൻ അധ്യാപകനായി സ്വീകരിക്കുന്ന ഒരാൾക്കേ മുസ്ലിമായി ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യന്മാർ എല്ലാ തിന്മകളും പ്രവർത്തിച്ചിരുന്ന ഒരു സമൂഹം, കള്ളു കുടിച്ചിരുന്ന, വ്യഭിചരിച്ചിരുന്ന, ചൂതാട്ടം നടത്തിയിരുന്ന, പലിശ കച്ചവടമായി കൊണ്ടു നടന്നിരുന്ന, ഊക്കുള്ളവർ, ഊക്കന്മാർ, അധികാരികളെന്ന് വിചാരിച്ചു മുന്നോട്ട് പോയിരുന്ന, പെൺകുട്ടികളെ കൊന്നുകളഞ്ഞിരുന്ന ഒരു ദുഷിച്ച സമൂഹം, അത് ലോകത്തെ ഉത്തമ സമുദായമായി മാറി. കുന്തും ഖൈറു ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, മനുഷ്യവംശത്തിന് വേണ്ടി രംഗത്ത് കൊണ്ടുവരപ്പെട്ട ഉത്തമ സമുദായമാകുന്നു നിങ്ങൾ എന്ന് സർട്ടിഫിക്കറ്റ് നേടുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. സഹാബത്ത് പറഞ്ഞ അഭിപ്രായമാണത്. നബിയേക്കാൾ സൗമ്യനായ ഒരു അധ്യാപകനെ ഞാൻ കണ്ടിട്ടില്ല. സൗമ്യതയുടെ പ്രതീകമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലെ അധ്യാപകൻ. അധ്യാപക സമൂഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയാണ്. ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ച വ്യക്തി വായിച്ചപ്പോൾ, കണ്ടുപിടുത്തങ്ങൾ നടത്തിയപ്പോൾ വലിയ അധ്യാപകനായി എന്നൊക്കെ ചില ആളുകളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. എന്നാൽ നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിരക്ഷരനായിരുന്നു. അലിഫിൻ്റെ മുകളിൽ ഫതഹിട്ടാൽ ആ എന്ന് വായിക്കുന്ന ഒരു കാര്യം പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായിരുന്നില്ല. അത് മുഅ്ജിസത്തായിരുന്നു. ഒരു അക്ഷരം പോലും വായിക്കാൻ അറിയാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ ലോകത്തെ ഏറ്റവും വലിയ അധ്യാപകനാക്കി തീർത്തത് അള്ളാഹുവിൻ്റെ വഹിയാകുന്നു. പല അധ്യാപകരും ഏതെങ്കിലും മേഖലയിൽ കഴിവ് തെളിയിച്ചവരായിരിക്കും. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അധ്യാപകൻ എല്ലാ മേഖലകളിലും നിഖില മേഖലകളിലും അദ്ദേഹം ഏറ്റവും അധികം വലിയ മാതൃകയായിരുന്നു, ഉത്തമ മാതൃകയായിരുന്നു. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമിൽ ആഖിറ വദക്കറല്ലാഹ കസീറ. തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദൂതനിൽ ഉത്തമമായ മാതൃകയുണ്ട്. അതായത് അള്ളാഹുവേയും അന്ത്യദിനത്തെയും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയും അള്ളാഹുവെ ധാരാളമായി ഓർമ്മിക്കുകയും ചെയ്തവർക്കും. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകൻ്റെ അധ്യാപനങ്ങൾ മനസ്സിലാകണമെങ്കിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം പിന്തുടരണമെങ്കിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ജീവിതത്തിലേക്ക് എടുത്തു വെച്ച് സമാധാന ജീവിതം നയിക്കണമെങ്കിൽ രണ്ടു കാര്യങ്ങൾ നമ്മൾ ആവശ്യമുണ്ട്. ഒന്ന്, ലിമൻ കാന യർജുല്ലാഹ വൽ യൗമിൽ ആഖിർ, അള്ളാഹുവേയും അന്ത്യദിനത്തെയും പ്രതീക്ഷിക്കണം. അള്ളാഹുവിൻ്റെ അടുത്തേക്കുള്ള ലിഖാഇനെ പ്രതീക്ഷിക്കണം. ഓരോ നന്മക്കും നാളെ യൗമുൽ ആഖിറത്തിൽ പ്രതിഫലമുണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കണം. വദക്കറല്ലാഹ കതീറ, അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കണം. ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നാണ് ഹദീസ് സ്വീകരിക്കാൻ, ആയത്ത് സ്വീകരിക്കാനുള്ള ഒരു പ്രാപ്തി ഒരാൾക്ക് വന്നു ചേരുന്നത്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അധ്യാപകനായി തിരഞ്ഞെടുക്കുന്ന ശിഷ്യന്മാരായ നമുക്ക് വേണ്ട ഗുണമെന്താം? ആഖിറത്തിനെ പ്രതീക്ഷിക്കണം, അള്ളാഹുവിൻ്റെ പ്രതിഫലത്തെ പ്രതീക്ഷിക്കണം, അതേപോലെ ദിക്ർ ധാരാളമായി ചെയ്യണം. ഒരു സംഭവം ഇങ്ങനെ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയിൽ നിന്നും കടം വാങ്ങിയിരുന്നു. ആ വ്യക്തി വന്ന് കുറച്ച് പലിശമായി ആ ഒരു കടം തിരിച്ചു ചോദിച്ചു. എന്താണ് നിങ്ങൾ എൻ്റെ കടം വീട്ടാത്തത് എന്ന് കുറച്ച് ഉച്ചത്തിൽ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർക്ക് അത് ഇഷ്ടമായില്ല.
അവർ കയർക്കാൻ വേണ്ടി പുറപ്പെട്ടപ്പോൾ അദ്ദേഹത്തിനെതിരെ അനുചരന്മാർ തിരിഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇന്നലി സാഹിബിൽ ഹഖ്ഖി മഖാലൻ ثم قضاه أفضل من سنه وقال أفضلكم أحسنكم قضاء. കടം കിട്ടാനുള്ള വ്യക്തിക്ക് ചില അവകാശങ്ങളുണ്ട്. അദ്ദേഹത്തെ വിടൂ, അദ്ദേഹത്തോട് കയർക്കരുത്, അദ്ദേഹത്തിന് അങ്ങനെ ഉച്ചത്തിൽ സംസാരിക്കാനുള്ള അവകാശമുണ്ടെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. കടം തിരിച്ചു ചോദിക്കുമ്പോൾ കയർക്കരുത് എന്ന പാഠം അദ്ദേഹം പകർന്നു കൊടുക്കുകയാണ്. ഒരാൾ കടം വന്ന് തിരിച്ചു ചോദിക്കുമ്പോൾ, ഞാൻ 1000 രൂപ നിനക്ക് 2 വർഷമായി തന്നിട്ട് ഇനിയും നീ എന്താണത് തിരിച്ചു തരാത്തത് എന്ന് ഉറക്കെ ചോദിക്കാനുള്ള അവകാശം കൊടുത്തവനുണ്ട്. അത് ചോദിക്കുന്നത് കേട്ടുമ്പോൾ ക്ഷമയോടുകൂടി അതിൻ്റെ മറുപടി പറയാനുള്ള ഒരു അവസ്ഥ മറ്റേയാൾക്കുമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ തത്വങ്ങൾ പറഞ്ഞു പോകുന്ന അധ്യാപകനല്ല, മറിച്ച് എന്തു തത്വമാണോ അങ്ങൊന്ന് പറഞ്ഞത് അതേപോലെ പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്ത് മാതൃകയാക്കുന്ന അധ്യാപകനായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മ അധ്യാപകനാണ്, ഉപ്പ അധ്യാപകനാണ്, ജ്യേഷ്ഠൻ അധ്യാപകനാണ്, കൂട്ടുകാരൻ അധ്യാപകനാണ്, ശരിക്കുള്ള അധ്യാപകരാണ്, നാട്ടിലെ കാരണവന്മാർ അധ്യാപകരാണ്. ഇവരൊക്കെ തന്നെ അവരുടെ ജീവിതത്തിൽ പറയുന്നത് കൊണ്ടു നടക്കുമ്പോൾ അത് സമൂഹത്തിന് വലിയ മാതൃകയായിരിക്കും. അങ്ങനെ കൊണ്ടു നടക്കാൻ സാധിക്കുമ്പോഴാണ് യഥാർത്ഥ അധ്യാപകരായി ഒരാൾക്ക് മാറാൻ സാധിക്കുക. ഇനി അധ്യാപകൻ, പ്രവാചകൻ എന്ന അധ്യാപകൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്ന്, വിദ്യാർത്ഥികളെ മുഷിപ്പിക്കാത്ത അധ്യാപകനായിരുന്നു നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വിദ്യാർത്ഥികളെ ഏറ്റവും നന്നായി പരിഗണിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിഗണന തന്നെയായിരുന്നു ആ വിദ്യാർത്ഥികളായ സഹാബത്തിന് ഏറ്റവും അധികം അമൂല്യമായ സമ്പത്തായി അവർ വിചാരിച്ചിരുന്നത്. സംസാരത്തിലും ഉപദേശങ്ങൾ നൽകുന്നതിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച ശ്രദ്ധ വളരെ പ്രധാനമാണ്. അല്ലാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് ഉപദേശം നൽകുന്നതിൽ സമയക്രമം പാലിച്ചിരുന്നു. അവർക്ക് മുഷിപ്പ് വരും എന്ന ഭയം കാരണം പെട്ടെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരം അവസാനിപ്പിച്ചിരുന്നു. കുറേ സുദീർഘമായി സംസാരിക്കുകയല്ല. പ്രവാചകൻ്റെ സംസാരത്തെക്കുറിച്ച് പറയുന്നത് പ്രവാചകൻ കുറഞ്ഞ വാചകത്തിലൂടെ കൂടുതൽ ആശയം പറഞ്ഞു കൊടുത്തിരുന്നു. അൻ ആയിഷ റളിയല്ലാഹു അൻഹു അന്നഹ ഖാലത്ത് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യകുൻ യസ്റുദുൽ ഹദീസ് കസർദിക്കും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളെപ്പോലെ നിർത്താതെ തുരുതുരാ സംസാരിക്കുന്ന സ്വഭാവക്കാരനായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കലാമൻ ഫസ്ലൻ യഫ്ഖമുഹു കുല്ലു മൻ സമിഅഹു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം ശ്രോതാക്കൾക്ക് മുഴുവൻ ഗ്രാഹ്യമാകുന്ന വിധം സ്ഫുടവും വ്യക്തവുമായ വാചകങ്ങളായിരുന്നു. ഒന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ളവരെ പഠിപ്പിക്കുമ്പോൾ വിദ്യാർത്ഥികളെ വെറുപ്പിച്ചിരുന്നില്ല, അവരെ പ്രയാസപ്പെടുത്തിയിരുന്നില്ല, കൃത്യമായ സമയക്രമം പാലിച്ചിരുന്നു. രണ്ടാമത്തത്, ആത്മവിശ്വാസം കൊടുത്തിരുന്നു. ഖൈസ് ബിൻ ഖാസിമി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഒരാൾ പ്രവാചകൻ സന്നിധിയിൽ വന്ന് അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിന്നു, പ്രവാചകൻ്റെ മുന്നിൽ നിന്നു. അന്നേരം അയാൾ വിറക്കാൻ തുടങ്ങി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് ധൈര്യം കൊടുക്കാൻ വേണ്ടി പറഞ്ഞതെന്താ? നീ ശാന്തമാകുക, ഞാനൊരു മലക്കല്ല, ഞാൻ ഉണക്കമാംസം കഴിക്കുന്ന ഒരു ഖുറൈശി സ്ത്രീയുടെ മകനാണ്, ഞാൻ ഉണക്കമാംസം കഴിക്കുന്ന ഒരു ഖുറൈശി സ്ത്രീയുടെ മകനാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പ്രവാചകൻ്റെ പദവിക്കും പ്രവാചകൻ്റെ മഹത്വത്തിനും മുൻഗണന കൊടുത്ത് അയാൾ വിറക്കുമ്പോൾ അയാളുടെ വിറയൽ നിർത്തി ഭയം ശാന്തമാക്കിയിട്ടാണ് അദ്ദേഹത്തോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചത്. തൻ്റെ മുന്നിൽ ഭയന്നു വിറക്കുന്ന വിദ്യാർത്ഥികളുടെ അവരുടെ ഭയാശങ്കകളില്ലാതാക്കി അവർക്ക് ആത്മവിശ്വാസം നൽകാനാണ് ഒരധ്യാപകൻ ശ്രമിക്കേണ്ടത് എന്ന് ഈ സംഭവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളും വേറെ ഒരാളെ ഉപദേശിക്കുമ്പോൾ ഭയപ്പെടുത്തി ഉപദേശിക്കാനല്ല, മറിച്ച് പരിഗണിച്ചൊപ്പം നിർത്തി അവരോട് കാര്യങ്ങൾ സംസാരിക്കാനാണ് ശ്രമിക്കേണ്ടത്. മൂന്നാമത്തത്, നീതിമാനായ അധ്യാപകനായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിദ്യാർത്ഥികളിൽ പലരും ഉണ്ടായിരുന്നു. സമ്പന്നരുണ്ടായിരുന്നു, ദരിദ്രരുണ്ടായിരുന്നു,
തറവാട്ട് മഹിമയുള്ളവരുണ്ടായിരുന്നു, അതേപോലെ അടിമകളുണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തൻ്റെ വിദ്യാർത്ഥികളായ സഹാബത്ത് എല്ലാം ഒരുപോലെയായിരുന്നു. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു എന്ന കറുത്ത നീഗ്രോ അടിമയും സുഹൈബ് റൂമി എന്ന റോമക്കാരനായ സുഹൈബും എല്ലാവരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അധ്യാപകനായി സ്വീകരിച്ചപ്പോൾ എല്ലാവരെയും സമത്വത്തോടുകൂടിയുള്ള ഒരു പരിഗണനയോടുകൂടി വിദ്യാർത്ഥികളായി അവരെ സ്വീകരിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാഠശാലയിലുണ്ടായിരുന്നു. ഏകദേശം 9,000 കോടി ദിർഹം സമ്പത്തുള്ള ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തരം ക്ലാസ്സുകളിൽ മുൻനിരയിലുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. എല്ലാവർക്കും തോന്നിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്നോടാണ് ഇഷ്ടം എന്നെല്ലാവർക്കും തോന്നിയിരുന്നു. അവരത് തെളിയിക്കാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്തിരുന്നു. ഗ്രാമവാസിയായ ഒരു വ്യക്തി, അദ്ദേഹം ദുർബലനാണ്, ശാരീരിക വൈകല്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തമാശയ്ക്കു വേണ്ടി അദ്ദേഹത്തിൻ്റെ പിറകിൽ നിന്നും ചേർത്ത് പിടിച്ചു. എന്നിട്ട് ചോദിച്ചു, ആരാണ് ഈ അടിമയെ വാങ്ങുകയെന്ന്. വളരെയധികം ബന്ധമുള്ള ആളായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബന്ധമുള്ള ആളായിരുന്നു ആ ഗ്രാമീണൻ. അപ്പോൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയെ, എന്നെയൊക്കെ ആരാണ് വാങ്ങാനുള്ളത്? ജനങ്ങളിൽ നിന്നും അവഗണന ഇഷ്ടം പോലെ അനുഭവിച്ച ആ വ്യക്തി പറയുകയാണ്, എന്നെയൊക്കെ ആര് വാങ്ങും? അദ്ദേഹത്തിൻ്റെ വേദന മനസ്സിലാക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താണ്? ലാകിൻ ഇൻദല്ലാഹി അൻത ഗാലിൻ, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വില കൂടിയ വ്യക്തിയാണ് താങ്കളെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ്. എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ച അധ്യാപകനായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ ഒരു നമസ്കാരം നടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും റുകൂഇലാണ്. ഒരാളുടെ റക്അത്ത് കിട്ടാൻ വേണ്ടി വാതിലിൻ്റെ അവിടെ തന്നെ നിന്ന് തക്ബീർ കെട്ടി റുകൂഇലേക്ക് പോയി. പിന്നെ റുകൂഇൽ ഇങ്ങനെ നടന്നു വന്ന് ആ അവസാനത്തെ സഫിലേക്ക് ചേർന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിനക്ക് ആ റക്അത്ത് കിട്ടണമെന്ന ആഗ്രഹം നീ നിലനിർത്തണം, പക്ഷേ ഇത് ആവർത്തിക്കരുത്. റുകൂഇ ചെയ്ത് നടന്നു വരുന്ന ഒരു കാര്യം നീ ചെയ്യരുത്, ആവർത്തിക്കരുത്. നന്മയോടുള്ള ആഗ്രഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും അതേപോലെ ചെയ്ത തെറ്റിനെ തിരുത്തുകയും ചെയ്തു. പല സമയത്തും പല തിരുത്തലുകളും നന്മയോടുള്ള ആഗ്രഹം തന്നെ നഷ്ടപ്പെടുന്ന രൂപത്തിൽ ശൈലിയിൽ തിരുത്താറുണ്ട് പല ആളുകളും, ശ്രദ്ധിക്കണം. അതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഉപദേശിച്ചു. എന്താണ് ഉപദേശിച്ചത്? ആ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു രാത്രി നമസ്കാരം ഉണ്ടായിരുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅമർ റജുലു അബ്ദുല്ലാഹ്, അബ്ദുള്ള എത്ര നല്ല മനുഷ്യനാണ്. ലൗ കാന യുസല്ലി മിനൽ ലൈൽ, രാത്രി നിസ്കാരം കൂടി ഉണ്ടായിരുന്നെങ്കിൽ അബ്ദുള്ള എത്ര നല്ല മനുഷ്യനാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫകാന അബ്ദുല്ലാഹി ബഅദ ദാലിക ലാ യനാമു മിനൽ ലൈലി ഇല്ലാ ഖലീല, കുറച്ചെങ്കിലും നമസ്കരിക്കാതെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ കിടന്നുറങ്ങിയിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം കേട്ട ആരും ആ ഉപദേശത്തെ തള്ളിക്കളഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, താൽപര്യത്തോടുകൂടി ജീവിതം മുഴുക്കെ അത് നിലനിർത്തുകയാണ് ചെയ്തത്. ഉമർ ബിൻ അബീ സലമ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നീ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലണം, നിന്റെ ഭാഗത്തുനിന്ന് കഴിക്കണം, വലത് കൈകൊണ്ട് കഴിക്കണം. എന്നിട്ട് ഉമർ ബിൻ അബീ സലമ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മരണം വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ കാര്യത്തിൽ നിന്ന് തെറ്റി നിന്നിട്ടില്ല ഞാൻ എന്ന്. ചുരുക്കി പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരു നിലക്ക് മറ്റുള്ളവരുടെ അധ്യാപകരാണ്. കൂടാതെ സമൂഹത്തിൽ ധാരാളമായി പാഠശാലകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട്. എല്ലാവരും മാതൃകയായി സ്വീകരിക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പഠിപ്പിക്കലിൻ്റെ ശൈലിയാണ്. ആ ശൈലിയെ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഉപദേശിക്കുന്ന ആളുകളിൽ, നമ്മളാൽ ഉപദേശിക്കപ്പെടുന്ന ആളുകളിൽ, നമ്മളാൽ പഠിപ്പിക്കപ്പെടുന്ന ആളുകളിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിത്തീരുക. കുന്തും ഖൈറു ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ്
വതൻഹൗന അനിൽ മുൻകർ എന്ന് പറഞ്ഞ ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാനാണ് നമ്മുടെ പിഞ്ചു മക്കളെ നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ളത് എന്ന് വിചാരിച്ച് ആ വികാരത്തോടുകൂടി അവരെ ഏറ്റെടുത്ത് സൗമ്യമായ നിലയിൽ ക്ഷമയോടുകൂടി ആകർഷകമായ നിലയിൽ വിട്ടുവീഴ്ച നൽകി അവരെ അധ്യാപനം നടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. ഈമാനുള്ളവർക്ക് വളരെ മാന്യമായി പെരുമാറാനും മാന്യമായ സംസാരത്തിലൂടെ മറ്റുള്ളവർക്ക് പാഠങ്ങൾ പകർന്നു നൽകാനും സാധിക്കും. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലെ മാതൃകയായ ആ അധ്യാപകനെ സ്വീകരിച്ച് മുന്നോട്ട് പോയി നമ്മുടെ സമൂഹത്തിൽ ഒരു അറിവിൻ്റെ പുരോഗതി നൽകാൻ നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു തആല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ ഏറ്റവും നല്ല അധ്യാപകനാണ് എന്നാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഒരധ്യാപകന് ഏറ്റവും കൂടുതലുണ്ടാകേണ്ട ഒരു ഗുണം തൻ്റെ വിദ്യാർത്ഥികളിൽ, താൻ പഠിപ്പിക്കുന്ന ആളുകളിൽ ഒരിക്കലും അപകടം വന്നു ചേരരുത് എന്ന ചിന്തയുണ്ടായിരിക്കണം. അപകടത്തിലേക്ക് പോകുന്നതിന് ഏറ്റവും വലിയ പരിചയമാണ് അറിവെന്നത്. അറിവ് സ്വീകരിക്കുകയും അത് പ്രയോഗവൽക്കരിക്കുകയും ചെയ്യുമ്പോൾ വലിയ അപകടങ്ങളിൽ നിന്നാണ് മനുഷ്യർ രക്ഷപ്പെടുക. അപകടങ്ങളെ തൊട്ട് മുന്നറിയിപ്പ് നൽകിയ അധ്യാപകനായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറങ്ങുമ്പോൾ വിളക്കണക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കർശനമായി നിർദ്ദേശിച്ചു. ഉറങ്ങുമ്പോൾ വിളക്കണച്ചിട്ടില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നമുക്കറിയാം. പാത്രങ്ങൾ മൂടി വെക്കണം, ഷൂ പരിശോധിച്ച ശേഷം ധരിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എത്രയെത്ര അപകടങ്ങളാണ് ഷൂവിൽ നിന്ന് പാമ്പും തേളും കടിച്ച് എത്രയാൾക്കാണ് അപകടം പറ്റിയത്. പാത്രങ്ങൾ മൂടി വെക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചു. ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന വഫിത്നതി ഉമ്മതി അൽ മാൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ സമൂഹത്തിനും ഓരോ പരീക്ഷണമുണ്ട്. എൻ്റെ സമുദായത്തിൻ്റെ പരീക്ഷണം പണമാണ്. പണത്തോടല്ല ആർത്തി, ദുനിയാവിനോടുള്ള ആർത്തിയാണ്. ദീനാറിനോടും ദിർഹമിനോടും അടിമത്തമുള്ളവൻ പരാജയപ്പെട്ട് അവന് നശിച്ചു പോകട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പണത്തിനോടല്ല ആർത്തി, സൽക്കർമ്മങ്ങളോട് ആർത്തി വേണം, ദിക്റിനോട് ആർത്തി വേണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത്തിബാ നടത്തുന്നതിനോട് ആർത്തി വേണം നമ്മൾക്ക്. അബൂ സഈദ് ഖുദ്രി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ ഇരിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റും ഞങ്ങളും ഇരിക്കുന്നുണ്ടായിരുന്നു. അന്നേരം അവിടുന്ന് പറഞ്ഞു, ഇന്ന മിമ്മാ അഖാഫു അലൈക്കും മിൻ ബഅദി മാ യുഫ്തഹു അലൈക്കും മിന അസ്സഹറത്തി ദുനിയ വസീനതഹ. നിശ്ചയമായും എൻ്റെ കാലശേഷം ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുന്നത് ഐഹിക ആഡംബരവും സമ്പൽ സമൃദ്ധിയും ലഭിക്കുന്നതിനെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക, ആഡംബരമായി ജീവിക്കുന്ന ആൾക്ക് എത്രത്തോളം ദീനിനോട് നീതി പുലർത്താൻ സാധിക്കുന്നുണ്ട് എന്നാലോചിക്കണം. ഇന്നി അഖ്വഫ മൻ അഖാഫു അലയ്യ ഉമ്മത്തി അമലു ഖൗമി ലൂത്ത്. ലൂത്ത് അലൈഹിസ്സലാമിൻ്റെ സ്വവർഗരതിയാണ് ഞാൻ ഈ സമുദായത്തിൽ ഭയപ്പെടുന്ന ഏറ്റവും വലിയ തിന്മയെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മുന്നറിയിപ്പ് നൽകുന്നവനായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലെ അധ്യാപകൻ. ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉത്തരത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് സഹാബത്തിന് ഉത്തരം പറഞ്ഞു കൊടുക്കുകയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നത്. വിശ്വാസിയുടെ ഉപമയെക്കുറിച്ചുള്ള മരത്തെപ്പറ്റി നിങ്ങൾക്കറിയുമോ? ശക്തമായ ഒരു മരം, വേര് ആഴത്തിലിറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഇലകൾ വളരെ ശക്തമാണ്, അതിൻ്റെ തടി അതിലേറെ ശക്തമാണെന്ന് പറഞ്ഞുകൊടുത്ത് അത് ഈത്തപ്പന മരമാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളുടെ ഉപമ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കപട വിശ്വാസികളുടെ അടയാളം 3 എണ്ണി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സംസാരിച്ചാൽ കളവ് പറയും, വാഗ്ദത്തം ലംഘിക്കും, വിശ്വസിച്ചാൽ ചതിക്കും എന്നുള്ള
കാര്യം പറഞ്ഞു. ഇങ്ങനെ ഓരോന്നും വിശ്വാസികൾ പരസ്പരമുള്ള കടമകൾ 6 എണ്ണമാണ്. മനുഷ്യനെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ 3 കാര്യങ്ങളാണ് എന്നൊക്കെ പ്രവാചകൻ ഓരോന്നും എണ്ണി എണ്ണി പറഞ്ഞു. എന്തിന്? മനസ്സിൽ നിൽക്കാൻ. അതദറൂന മൻ മുഫ്ലിസ്, ആരാണ് പരലോകത്ത് പാപ്പരായവൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് ആരാണ് പാപ്പരായവൻ എന്ന് സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്. ആരാ ചെവി മുറിഞ്ഞ വൈകല്യമുള്ള ചത്ത ആടിനെ എടുത്ത് ഇതിനാർക്ക് വേണം 1 ദിർഹമിന് എന്ന് ചോദിക്കുന്നുണ്ട് പ്രവാചകൻ. 2 ദിർഹമിന് ആർക്ക് വേണമെന്ന് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ട പ്രവാചകരെ, അത് വൈകല്യമുള്ള ആട്ടിൻകുട്ടിയാണ്, പോരാത്തത് അത് ചത്തുപോവുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ അവസ്ഥയും ഇതുപോലെയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഓരോന്നും ഉദാഹരണം വെച്ച് മനുഷ്യനെ പഠിപ്പിക്കാൻ വേണ്ടിയും അയക്കപ്പെട്ട പ്രവാചകനിൽ വലിയൊരു അധ്യാപനത്തിൻ്റെ മാതൃക ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതുകൊണ്ട് വാപ്പയായാലും ഉമ്മയായാലും അധ്യാപകരായാലും ജ്യേഷ്ഠനായാലും എല്ലാവരിലും ഒരു അധ്യാപകൻ്റെ റോളുണ്ട് എന്ന് മനസ്സിലാക്കി പ്രവാചകനിലെ അധ്യാപകനെ പൂർണ്ണമായി ജീവിതത്തിലേക്ക് എടുത്തു വെച്ച് പ്രായോഗികമായ ജീവിതത്തിൽ നമ്മൾ പകർന്നു കൊടുക്കുന്ന അറിവ് നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് ഉറപ്പിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തആല ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ധാരാളം ആളുകൾക്ക് നന്മ പറഞ്ഞു കൊടുക്കാനും അവർ ചെയ്ത നന്മയുടെ പ്രതിഫലം ഏറ്റവും അധികം നമുക്ക് ലഭിക്കാനുമുള്ള തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈമാനോടുകൂടി ജീവിക്കാനും തഖ്വയേറ്റ് ജീവിക്കാനും ജീവിതത്തിൽ കൂടുതൽ പ്രതിഫലങ്ങൾ ഏറ്റുവാങ്ങി ഈമാനോടുകൂടി മരിക്കാനുമുള്ള തൗഫീഖിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പോയ ആളുകൾ അവരുടെ ഖബർ വിശാലമാക്കി അവരെയും നമ്മളെയും അവരെ ജന്നാത്തുൽ ഫിർദൗസിൽ ആലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹലാലായ മാർഗത്തിലൂടെ കടം വീട്ടാനുള്ള നല്ല തൗഫീഖിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല അർഹമായ പ്രതിഫലവും ശിഫാവും ആജിലും പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين. اللهم صل على محمد.